അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തുമ്പോൾ കുറച്ച് ലേറ്റായി വരുന്നു. 7 മണി ടൈമിൽ ലൈറ്റൊക്കെ കുറവാണ്. ഇപ്പോൾ എല്ലാവരും ഫ്രഷ് ആവാൻ പോയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കി ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇതാണ് നമ്മുടെ ഒരു വില്ല വരുന്നത്. ഇതിലൊരു വില്ല താഴെയാണ് ലൈറ്റ്സ് കണ്ടാൽ ഒരു വില്ലായിരുന്നു. ഓക്കെ, വളരെ വാശിയേറിയ ലൂഡോ മത്സരത്തിലാണ് ചേച്ചി അനിയത്തിയും അമ്മയും. അമ്മയില്ലേ? അമ്മ വെറുതെ ഇരുന്നതിനാ? അപ്പൊ അമ്മ എന്തിനാ ഇരുന്നേ? അമ്മയാന്ന് രാശി, അമ്മയാന്നൊരു രാശി. ഒന്നും നടക്കുന്നില്ല എന്നാ പറഞ്ഞേ. അങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മളെ ഡെസ്റ്റിനേഷൻ കുറുവ ദ്വീപായിരുന്നു. എല്ലാവരും പോയിട്ടുണ്ടാവും. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോയത്. അവിടെ എന്ന് വെച്ചാൽ ഇതുപോലെ ചങ്ങാടത്തിലൂടെ കടന്ന് അപ്പുറത്തേക്ക് ഒരു ഫോറസ്റ്റിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാം. പക്ഷേ ഇപ്പം അവിടെ എൻട്രി അലൗഡ് അല്ല. കുറച്ച് ദിവസം മുന്നേ അവിടെ ആന അറ്റാക്ക് ചെയ്ത് ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടായിന്, ഒരു ഫോറസ്റ്റ് ഓഫീസർ തന്നെ. അതുകൊണ്ട് ഇപ്പം ഉള്ളിലോട്ടേക്ക് ആരും കടത്തി വിടുന്നില്ല. ജസ്റ്റ് നമുക്കിങ്ങനെ പുറത്തോടെ കൂടെ ഈ ചങ്ങാടത്തിലൂടെ അവരൊരു സ്റ്റാഫ് കൂടി ഉണ്ടാവും, നമുക്കിങ്ങനെ കറങ്ങി വരാം. പക്ഷെ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കാറ്റ്, നമ്മൾ പോയ ടൈം ആയാലും നല്ലൊരു മഴക്കാറ്, വെയിലൊന്നുമില്ല, നല്ല കാറ്റ്, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രെയിൻ ഓടിക്കാനാ? ഓഹോ രാമു, ഇതൊക്കെ ഇതില് വരെ വീഡിയോ വരെ മൈക്രോ ലൈറ്റ്. എന്തെങ്കിലും പിന്നെ ഒരു 45 സ്റ്റാഫ് ഉണ്ട്. അതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ടാക്കും. ഈ ഒരു 1.5 കിലോമീറ്റർ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും ഫോറസ്റ്റിനുള്ളിൽ കൂടെ. അഥവാ എന്തെങ്കിലും വന്നാൽ തന്നെ ആൾക്കാരെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പോകുമ്പോൾ തിരിച്ച് അതേപോലെ എടുത്ത് അത് തന്നെ വരണം. ചങ്ങാടം തന്നെ, ചങ്ങാടം തന്നെ അത്. നിങ്ങളൊക്കെ എന്താ പറയണ്ടോ? എന്താ പറയണത്? നമുക്ക് പോണ്ടേ?
ഷൈജോട്ടാ സക്സസ്. പിറുക്ക് നമ്മളെ കടിച്ചില്ലല്ലോ. ആ പിറുക്ക് പോലെ സാധനല്ലേ? പണി പാളിയാനിപ്പോ. ആ പിന്നെ എന്റെ ഓളെ കാണുന്നില്ലേ, ഞാൻ പേടിയായി പോയി എനിക്ക്. എന്തിനാന്നറിയോ? ഇല്ല പിന്നെ അതിന് ഞാൻ കേക്കണ്ടേന്ന് വെച്ചിട്ട്.